കൊച്ചി കടവന്ത്രയിൽ പഴകിയ ഭക്ഷണം പിടികൂടി വന്ദേ ഭാരത് അടക്കമുള്ള ട്രെയിനുകളിൽ വിതരണം ചെയ്യാൻ തയ്യാറാക്കിയ ഭക്ഷണം ആണ് നഗരസഭാ ആരോഗ്യ വിഭാഗം പിടികൂടിയത്. തമിഴ്നാട് സ്വദേശിയുടെ കാറ്ററിംഗ് യൂണിറ്റിൽ നിന്നാണ് ഭക്ഷണം പിടികൂടിയത്. സ്ഥാപനം അടച്ചുപൂട്ടി. സംഭവത്തിൽ പരിശോധന നടത്തുമെന്ന് റെയിൽവേ വ്യക്തമാക്കി. കടവന്ത്രയിൽ തമിഴ്നാട് സ്വദേശിയായ ആകാശ് എന്നയാൾ നടത്തുന്ന സ്ഥാപനത്തിൽ നിന്നാണ് ഭക്ഷ്യവസ്തുക്കൾ പിടികൂടിയത്. വന്ദേ ഭാരത് അടക്കമുള്ള ട്രെയിനുകളിലേക്ക് ഭക്ഷണം എത്തിക്കുന്നത് ഇവിടെ നിന്നാണ്. 300 ചപ്പാത്തി, 20 കിലോ ദാൽ കറി, 15 ലിറ്റർ കടലക്കറി, 10 ലിറ്റർ കുറുമ, 300 പുഴങ്ങിയ മുട്ട, 10 കിലോ ചിക്കൻ കറി, 50 കിലോയോളം പഴകിയ കോഴിയിറച്ചി തുടങ്ങി പാകം ചെയ്തതുമല്ലാത്തതുമായ ഭക്ഷ്യ ഉൽപ്പന്നങ്ങളാണ് നഗരസഭ ആരോഗ്യ വിഭാഗം പിടികൂടിയത്. ഇതിക്ക് മുമ്പും പരാതി ഇവിടെ നിന്ന് ഈ മലിനജലം തോട്ടിലേക്ക് കൊടുക്കുന്നതായിട്ട് ബന്ധപ്പെട്ട ആ തോടിൻ്റെ കരയിൽ താമസിക്കുന്ന ആളുകളുടെ പരാതി ഉണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലൂടെ പരിശോധന നടത്തുകയും മലിനജല സംസ്കരണ സംവിധാനം ഏർപ്പെടുത്തുന്നതിന് നോട്ടീസ് കൊടുക്കുകയും 10,000 രൂപ ഫൈൻ അടപ്പിക്കുകയും ചെയ്തിട്ടുള്ള സമയം അനുവദിച്ചു ഈ മലിനജല സംസ്കരണ സംവിധാനം ഏർപ്പെടുത്താൻ വേണ്ടി. പക്ഷേ ഇതുവരെ ഏർപ്പെടുത്തിയിട്ടില്ല. ഇത് ഒരേ പ്രാവശ്യം വരുമ്പോഴും ഇവിടെ പുതിയ മാനേജർമാരാണ്. ഉത്തരവാദിത്തപ്പെട്ട ഒരാളെ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കോർപ്പറേഷൻ ലൈസൻസിന് ഇവർ അപേക്ഷ സമർപ്പിക്കാത്തതുകൊണ്ട് ആരാ നടത്തുന്നതിലും നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മളെല്ലാം റെഡിയായി കഴിഞ്ഞു. സാധനങ്ങളെല്ലാം പുറത്തോട്ട് മാറ്റുവാണ്. ഇപ്പോൾ തന്നെ അടച്ചു പൂട്ടും. വന്ദേ ഭാരതിൻ്റെ കുറേ സ്റ്റിക്കർ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ പരിശോധനയിൽ കിട്ടിയിട്ടുണ്ട്. റെയിൽവേ ക്യാൻറ്റീൻ എന്നാണ് ഇത് പൊതുവെ അറിയപ്പെടുന്നത്. ദിവസേന 6 തവണ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഭക്ഷണം കൊണ്ടുപോകാറുണ്ടെന്ന് കരാർ ഡ്രൈവറായ ഉദയകുമാർ പറഞ്ഞു. റെയിൽവേ സ്റ്റേഷനിലാണ് സാർ. റെയിൽവേക്ക് ഹോട്ടലിൽ ട്രെയിനുக்கு தான். ട്രെയിനിൽ ட்ரெயின் நேம் தெரியுது மேம் எனக்கு. வந்தே பாரத் മേൽഗാഡിന്ന് சொல்லுவாங்க. அதுக்கு ദുർഗന്ധം വമിക്കുന്ന വൃത്തിഹീനമായ ഇടത്തിലാണ് ഭക്ഷണം തയ്യാറാക്കിയിരുന്നത്. സ്ഥാപനത്തിൽ നിന്ന് മലിനജലം പുറത്തേക്ക് അശാസ്ത്രീയമായി ഒഴുക്കിവിടുകയായിരുന്നു. ഇതിനെ തുടർന്നുണ്ടായ നാട്ടുകാരുടെ പരാതിയിലാണ് ആരോഗ്യ വിഭാഗം പരിശോധന നടത്തിയത്. ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട വിവിധ സർട്ടിഫിക്കറ്റുകൾ സ്ഥാപനത്തിലുണ്ട്. എന്നാൽ ഇതെല്ലാം ആധികാരികമാണോ എന്ന് പരിശോധിച്ചു വരികയാണ്. കോർപ്പറേഷൻ ലൈസൻസ് ഇല്ലാത്തതിനാലാണ് ആരോഗ്യ വിഭാഗം ഇപ്പോൾ നടപടിയെടുത്തിരിക്കുന്നത്. ന്യൂസ് 18 കൊച്ചി.